الحمد لله الحمد لله الواحد القهار العزيز الغفار مكبر الليل على النهار نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലും യഥാവിധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്.
സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസം നമ്മുടെ മുമ്പിലേക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കടന്നു വരികയാണ്. അതിൻ്റെ ഒരുക്കമെന്നുള്ള നിലയിൽ നമ്മുടെ എല്ലാം വീടുകളും പരിസരങ്ങളുമൊക്കെ ശുചീകരിക്കുകയും ഒരു തർത്തീബൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയത്താണ് ഞാനും നിങ്ങളുമൊക്കെ ഉള്ളത്. വീടുകൾ ശുദ്ധീകരിക്കുന്നത് പോലെ അതിലുപരി നമ്മുടെ മനസ്സുകളെ നമ്മൾ ശുദ്ധിയാക്കേണ്ടതുണ്ട് എന്നുള്ളത് ഓരോ വിശ്വാസിയും മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമാണ്. നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ പകയില്ലാത്ത, വെറുപ്പില്ലാത്ത, ശുദ്ധമായ മനസ്സോടുകൂടിയാണ് നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ റമദാനിലുള്ള സൽക്കർമ്മങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇതേപോലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ സാമ്പത്തികമായ വിഷയങ്ങളിലുള്ള അതിൻ്റെ മേഖലയും എന്നതും നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കേണ്ടതാണ്. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സക്കാത്ത് എന്നത്. സാധാരണയായി റമദാൻ മാസത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷമാണ് സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മിമ്പറുകളിൽ നിന്ന് നമ്മൾ കേൾക്കാറുള്ളത്. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നത് ഒന്നുകൂടെ നേരത്തെയാകുന്നതാണ് ഉചിതം എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുൻപിൽ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സക്കാത്തിനെ സംബന്ധിച്ചാണ്. നമസ്കാരത്തിന്റെ വിഷയങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് നൽകുന്നതും അതുമായി ബന്ധപ്പെട്ടും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പരിചയമുള്ള ധാരാളം സൂറത്തുകളിലൂടെ സൂറത്തുൽ ബഖറയിൽ തന്നെ അതിന്റെ 43-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത് വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത വർകഉ മഅർ റാകിഈൻ, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം, അതോടൊപ്പം നിങ്ങൾ സകാത്തും നൽകണം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് നടത്തുന്ന കൽപ്പനയാണ്. ഒരുപാട് ആളുകൾ വിചാരിച്ചു വെച്ചത് സക്കാത്ത് നൽകേണ്ടത് റമദാനിലാണ് എന്ന ഒരു ചിന്താഗതി ഇന്ന് അധികം ആളുകളിലും ഉണ്ട് എന്നുള്ളതാണ്. സക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ധനം ശുദ്ധിയാക്കലാണ് എന്നുള്ളത് നമ്മൾ ആദ്യം ആമുഖമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ പ്രാധാന്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ കാര്യമായി മനസ്സിലാക്കേണ്ടത് അത് കേവലം ഒരു ദാനധർമ്മം അല്ല. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് സ്വതഖ പോലെയല്ല. സ്വതഖ ഐച്ഛികമാണ്. നമുക്ക് എത്രയും ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. പക്ഷേ സക്കാത്ത് അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സമ്പന്നരായ ആളുകളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കപ്പെട്ട ഒരു കാര്യമാണ്. സമ്പന്നന്റെ ഔദാര്യമല്ല സക്കാത്ത്. പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. പണക്കാരൻ, മുതലാളി നാട്ടിലുള്ള പാവങ്ങളായ ആളുകൾക്ക് അവന്റെ താല്പര്യത്തിനനുസരിച്ച് പിച്ചയായി കൊടുക്കുന്ന ഒന്നല്ല സക്കാത്ത്. ഇസ്ലാം വിഭാവന ചെയ്യുന്ന സക്കാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ധനം, റബ്ബിന്റെ ധനം, അടിവരായിട്ട് നമ്മൾ മനസ്സിലാക്കണം.
നമ്മുടെ കൂട്ടത്തിലുള്ള ചില ആളുകളുടെ കൈകളിൽ ഏൽപ്പിച്ചു. എന്നിട്ടൊരു പരീക്ഷണമാണ്, ഈ പണം കൊണ്ട് ഇവൻ ഏത് നിലയിലാണ് ജീവിക്കുന്നത്, ഇത് അവകാശികളായ ആളുകൾക്ക് അവന് കൃത്യമായി നൽകുന്നുണ്ടോ ഇല്ലേ എന്ന് നമ്മെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വത്ത് തന്നിട്ടുള്ളത്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ സ്വത്തിൽ നമുക്കുള്ള അവകാശം പോലെ തന്നെ നാട്ടിലുള്ള പാവങ്ങളായ ആളുകൾക്കും ഒരു അവകാശമുണ്ട് എന്ന ഒരു തിരിച്ചറിവ് സമ്പന്നരായ ആളുകൾക്ക് ഉണ്ടാവണം എന്നാണ് ആമുഖമായി സൂചിപ്പിക്കുന്നത്. അപ്പോ സമ്പന്നരായ ആളുകൾ തങ്ങളുടെ സകാത്തിന്റെ വിഹിതം നൽകുമ്പോൾ അത് പാവപ്പെട്ടവന്റെ അവകാശത്തിൽപ്പെട്ടതാണ്, അത് നൽകുകയാണ്. റബ്ബ് തന്നെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം താൻ ഏതൊക്കെ നിലയിലാണ് അത് നടപ്പിലാക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയാണ്. ഇസ്ലാമികമായ ഭരണ സംവിധാനമുള്ള അല്ലെങ്കിൽ മഹലിന്റെ കീഴിൽ സകാത്ത് സെല്ലുകൾ പ്രവർത്തിക്കുന്ന ഒരു സകാത്ത് മഹലാണെങ്കിൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സകാത്തിന്റെ വിഹിതം പിരിച്ചെടുക്കുന്ന ആളുകളോട് കൽപ്പിക്കുന്ന ഒരു കൽപ്പനയുണ്ട്. പണക്കാരിൽ നിന്നും അത് പിടിച്ചെടുക്കണം, അവരിൽ നിന്ന് കണക്ക് പറഞ്ഞുകൊണ്ട് അത് വാങ്ങണമെന്നാണ്. എന്നിട്ടോ അത് അവരിലുള്ള ദരിദ്രരായ ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. ഈ വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും പാവപ്പെട്ടവന്റെ അവകാശത്തിൽപ്പെട്ടതാണ് സകാത്ത് എന്നുള്ളത്. അപ്പൊ ഇത് നൽകാതെ ഒരു മനുഷ്യൻ, സമ്പത്തുള്ള ഒരാൾ തന്റെ സകാത്തിന്റെ വിഹിതം അത് എത്രയാണെന്ന് നോക്കാൻ പോലും മെനക്കെടാതെ ഞാനത് കൊടുക്കുന്നില്ല എന്ന ഒരു വാശിയിലൂടെ അവൻ നീങ്ങുകയാണെങ്കിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കുക, അവന്റെ മുതൽ ഉപയോഗിക്കൽ അവന് തന്നെ ഹറാമായി തീരും. കാരണം അത് ശുദ്ധീകരിക്കാൻ അവൻ മെനക്കെട്ടില്ല എന്നാണ്. തന്റെ ധനം, കയ്യിലുള്ള സമ്പത്തിനെ ശുദ്ധിയാക്കാൻ വേണ്ടിയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയ അവന്റെ സ്വത്തിനെ, അതിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് സകാത്ത് അവന്റെ മേൽ നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്. ഇത് കൊടുക്കാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് അതികഠിനമായ ശിക്ഷയ്ക്ക് അവൻ വിധേയനാകും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് താക്കീത് നൽകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിലൂടെ പറഞ്ഞ ഒരു ആയത്ത്, ആമുഖമായി ഞാൻ നിങ്ങളെ കേൾപ്പിച്ച രണ്ടായത്തുകൾ 34, 35 വചനങ്ങൾ. വല്ലദീന യക്നിസൂന അസ്സഹബ വൽ ഫിദ്ദ, ദഹബും അഥവാ സ്വർണവും വെള്ളിയും കെൻസുകളായി, നിധികളായി സൂക്ഷിക്കുന്നവരായ ആളുകൾ, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ അതിൽ നിന്നൊന്നും ചെലവഴിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകളെ ഫബശ്ശിർഹും, പ്രവാചകരെ താങ്കൾ അവർക്ക് സന്തോഷം അറിയിക്കുക. എന്ത്? ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത് എന്നുള്ളത്. ഇത് റബ്ബ് ഒരു പരിഹാസത്തോടു കൂടിയാണ് പറയുന്നത്. തനിക്ക് ലഭിച്ച മുതൽ, സാമ്പത്തികമായുള്ള തന്റെ കയ്യിലുള്ള സ്വർണവും വെള്ളിയും അതിന്റെ വിഹിതം അത് ശുദ്ധീകരിക്കാതെ, അഥവാ അതിന്റെ സകാത്തിന്റെ വിഹിതം അത് അതിനർഹരായ ആളുകൾക്ക് നൽകാതെ, ഇത് എന്റെ ആഭരണം, എന്റെ സമ്പത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കെട്ടിപ്പൂട്ടി വെക്കുന്നവരായ ആളുകൾ, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകുകയാണ്. എന്നിട്ട് ആ ശിക്ഷയുടെ ഒരു രൂപം പോലും അല്ലാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നു. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ സൂക്ഷിച്ചു വെച്ചിരുന്നതായ ആ ആഭരണമുണ്ടല്ലോ, അതിനെ നരകത്തിൽ ഇട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഴുപ്പിക്കുകയാണ്. ഫതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും, എന്നിട്ട് അവരുടെ മുതുകുകളിലും അവരുടെ കഴുത്തുകളിലും അത് കണ്ഠാഭരണമായി, അത് ആഭരണമായി അവൻ ചാർത്തിക്കൊടുക്കും. വളുഹൂറുഹും, അവരുടെ പുറഭാഗങ്ങളിലും അത് ഒരു ആഭരണമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കുന്നതാണ്. തീയിലിട്ട് പഴുപ്പിച്ച് ആ ആഭരണങ്ങളെ അവർക്ക് നരകത്തിൽ ഒരു ആഭരണമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചാർത്തി കൊടുക്കും. എന്നിട്ട് അവരോട് പറയും, ഹാദാ മാ കനസ്തും ലിഅൻഫുസികും,
നിങ്ങൾ പാത്ത് ചെയ്യുന്ന മുതലുണ്ടല്ലോ, അതാണിത്. അതിനാൽ ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ, നിങ്ങളുടെ ആ ധർമ്മ ആ സമ്പത്തുണ്ടല്ലോ, നിങ്ങളിങ്ങനെ കൻസായി, നിക്ഷേപമായി, എന്റെ ആഭരണം, എന്റെ സ്വത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാറ്റിവെച്ചിരുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാതിരുന്ന അതാണിത്. അതിനാൽ തന്നെ നിങ്ങൾ ഇത് രുചിച്ചുകൊള്ളൂ, അതിന്റെ വേദനാജനകമായ ശിക്ഷ നിങ്ങൾ ആസ്വദിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകുകയാണ്. സഹോദരങ്ങളെ, ഈ 2 ആയത്ത് മാത്രം മതി തന്റെ കയ്യിലുള്ള സമ്പത്തിനെ സംബന്ധിച്ച് പരിശോധന നടത്തി അതിന്റെ വിഹിതം അത് നൽകേണ്ടവർക്ക് നൽകിക്കൊണ്ട് തനിക്ക് അല്ലാഹു നൽകിയ സ്വത്തിനെ ശുദ്ധീകരിക്കാൻ ഒരു വിശ്വാസ്യത മാത്രം മതി എന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തന്നത്, ഖുദു മിൻ അംവാലിഹിം സദഖ, അവരിൽ നിന്ന് നിങ്ങൾ ദാനധർമ്മങ്ങൾ സ്വീകരിക്കുക, എന്നാൽ വതുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം, ആ സ്വത്ത് അവർ ദാനധർമ്മം നൽകുന്നതോടൊപ്പം അത് അവരെ സംസ്കരിക്കുന്നതാണ്, അത് അവരെ ശുദ്ധീകരിക്കുന്നതാണ്. തന്നെയുമല്ല വസല്ലി അലൈഹിം, പ്രവാചകരെ, അങ്ങനെയുള്ള സ്വതഖ നൽകുന്ന, സകാത്ത് നൽകുന്നവരായ ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനോട് പ്രാർത്ഥിക്കാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകുകയാണ്. ഇത് റബ്ബിന്റെ കൽപ്പനയാണ് സഹോദരങ്ങളെ. നമ്മുടെ കൈകളിലുള്ള സ്വത്ത് അത് അതിന്റെ അവകാശികൾക്ക് വേണ്ടി നൽകാൻ വേണ്ടി, അതിനുവേണ്ടി ഇസ്ലാം നൽകുന്ന പ്രാധാന്യം എത്രമാത്രം വലുതാണ് എന്ന് ഇതിൽ നിന്നെല്ലാം മനസ്സിലാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സന്ദർഭം വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു മദീനയിൽ നിന്ന് സംജാതമായത്. ഒരുപാട് ആളുകൾ മുർത്തദ്ദായി. ചില ആളുകൾ പറഞ്ഞു, സക്കാത്ത് ഇനി ഞങ്ങൾ നൽകില്ല, ഞങ്ങൾ മുഹമ്മദ് നബിക്ക് നൽകിയിരുന്നു, പക്ഷേ ഞങ്ങളുടെ സ്വത്ത് ഇനി മറ്റുള്ള ഒരാൾക്ക് നൽകില്ല. ഇത് പറഞ്ഞപ്പോൾ അടുത്ത ഖലീഫയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശിയായി കൊണ്ട് ഖിലാഫത്ത് ഏറ്റെടുത്ത മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് യുദ്ധപ്രഖ്യാപനമാണ് നടത്തിയത്. സകാത്തിനെയും നമസ്കാരത്തെയും വേർതിരിച്ചവർക്കെതിരെ ഈ അബൂബക്കർ യുദ്ധം നടത്തുമെന്ന് വളരെ ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം അത് അവരോട് സംസാരിച്ചത്. സഹോദരങ്ങളെ, ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഇതിന്റെ ഗൗരവം എത്രമാത്രമുണ്ട് എന്നുള്ളത്. സകാത്ത് നൽകാത്തവരായ ആളുകൾക്ക് നാളെ പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന അതിഭയാനകമായ ശിക്ഷയെ സംബന്ധിച്ചുള്ള വിശുദ്ധ ഖുർആനിന്റെ താക്കീതുകളും അതേപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ വാക്കുകളുമൊക്കെ ഇതിന്റെ ഗൗരവം എത്രമാത്രമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് കേവലം ഉറക്കം തൂങ്ങി കേൾക്കേണ്ടുന്ന ചില വാക്കുകളല്ല സഹോദരങ്ങളെ. നമ്മുടെ കൈകളിൽ അള്ളാഹു ഒരുപാട് ധനം നൽകിയിട്ടുണ്ട്. ഈ സമ്പത്ത് നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് നൽകുമ്പോ അത് നിർവഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നേട്ടങ്ങളുണ്ട് എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒന്നാമതായി അവന്റെ കൈകളിലുള്ള സമ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകും. ഒരിക്കലും ഒരു മനുഷ്യൻ ധർമ്മം നൽകുന്നതിലൂടെ, സകാത്ത് നൽകുന്നതിലൂടെ അവൻ തുലഞ്ഞ ചരിത്രമില്ല എന്നാണ്. നമ്മളൊരു 100 രൂപ ഒരു പാവപ്പെട്ടവന് നൽകുമ്പോ നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ നമ്മുടെ ബിസിനസ്സുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഇരട്ടിയായി വർധനകൾ നൽകും. ഒരിക്കലും അത് അവനെ നശിപ്പിക്കുകയില്ല എന്നുള്ളതാണ് ഒരു ഉപമ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ബഖറയിലൂടെ 26-ാമത്തെ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബിൽ ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ വല്ലാഹു യുളാഇഫു ലിമൻ യശാഅ വല്ലാഹു വാസിഉൻ അലീം. മസലുല്ലദീന യുൻഫിഖൂന ഫീ അംവാലഹും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ തങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം, ഉപമ അവർ ഏതുപോലെയാണ്? കമസലി ഹബ്ബ, ഒരു ധാന്യമണി പോലെയാണ്. ഒരു നെല്ലിന്റെ മണി അത് മണ്ണിൽ കുഴിച്ചിട്ടാൽ അംബതത് സബ്അ സനാബിൽ, 7 കതിരുകൾ അത് മുളപ്പിച്ചുണ്ടാകും. അതിൽ നിന്ന് മുളച്ചുണ്ടാകുന്നത് ചുരുങ്ങിയത് 7 കതിരുകളായിരിക്കും. തന്നെയുമല്ല ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, ഓരോ കതിരിലും 100 കണക്കിന് ധാന്യങ്ങൾ ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വല്ലാഹു യുളാഇഫു ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ വിശാലമാക്കി കൊടുക്കും, വർദ്ധിപ്പിച്ചു കൊടുക്കും.
വല്ലാഹു വാസിഉൻ അലീം. അല്ലാഹു വിശാലനും അതുപോലെ തന്നെ എല്ലാ അഗാധമായി അറിവുള്ളവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ തൊലഞ്ഞു പോകൂല, മറിച്ച് റബ്ബ് അത് വർദ്ധിപ്പിച്ചു തരികയാണ് ചെയ്യുക. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം നൽകുന്ന ഒരു മനുഷ്യന്റെ ഹൃദയം ശുദ്ധിയായി തീരുമെന്നാണ്. അവനെ സംബന്ധിച്ചിടത്തോളം പിശുക്കും ധൂർത്തുമൊക്കെ അവന്റെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കാൻ ദാനധർമ്മങ്ങൾ അവനെ സഹായിക്കുമെന്നാണ്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവന് സാമൂഹികമായ ഒരു സുരക്ഷയുണ്ടാവും. സമൂഹത്തിൽ പാവപ്പെട്ടവനെ അവന്റെ പട്ടിണിയെ കുറിച്ചുള്ള ബോധം അവനെ സംബന്ധിച്ചുണ്ടാവും. അവന് അത് മാറ്റാന്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാനുള്ള ഒരു താല്പര്യം അവന്റെ മനസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കും. സ്നേഹമുള്ള കാരുണ്യമുള്ള ഒരു മനസ്സിന്റെ ഉടമകളായി ഉണ്ടാവും. അതുവഴി പാവപ്പെട്ടവരായ ആളുകളുടെ കൈകളിലും സമ്പത്ത് എത്തും, അവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്നുള്ളതും ഇതിന്റെ നേട്ടമാണ്. അവസാനമായി പറഞ്ഞാല് റബ്ബിന്റെ തൃപ്തിയാണ് എല്ലാറ്റിനും ഉപരിയായി അവന് ലഭിക്കുവാനിരിക്കുന്നത്. അത്തരക്കാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുമെന്നല്ല, വലിയ വാഗ്ദാനങ്ങളാണ്. നാളെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആളുകൾക്ക് നൽകും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരായ ആളുകളെ അള്ളാഹു പ്രശംസിക്കുന്നുണ്ട്. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ചില ആളുകളെ അഭിനന്ദിക്കുകയാണ്, ആശീർവദിക്കുകയാണ്. الذين يؤمنون بالغيب, അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണവർ. ويقيمون الصلاة, നമസ്കാരം നിലനിർത്തുകയും ചെയ്യുന്നവരാണവർ. ومما رزقناهم ينفقون, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യും. ഇത് റബ്ബിന്റെ ഒരു ഔദാര്യമാണ്. റബ്ബിന്റെ ഉത്തമരായ ആളുകളുടെ, ദാസന്മാരുടെ ഒരു നല്ല ഗുണമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ നമുക്ക് റബ്ബ് നൽകിയ ആ സമ്പത്തിന്റെ അവകാശികൾക്ക് അത് കൃത്യമായി നൽകാനുള്ള ആ ഒരു മനസ്ഥിതിക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്. നമ്മെ ഏൽപ്പിക്കുമ്പോ അത് അതിന്റെ ഹക്ക് കൊടുത്തു വീട്ടിക്കൊള്ളാമെന്ന് റബ്ബിനോട് നമ്മൾ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബാധ്യത ഞാനും നിങ്ങളും നിർവഹിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു നമ്മെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ പരീക്ഷണത്തിൽ വിജയിക്കുവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പരിശ്രമിക്കേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അങ്ങനെയുള്ള നല്ലവരായ ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ശുദ്ധിയുള്ള മുതലിന്റെ ഉടമകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും പരിവർത്തിച്ചു തരുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ആമുഖമായി ഒരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, ഇന്നത്തെ നമ്മുടെ പള്ളിയുടെ കളക്ഷൻ നാളെയും മറ്റന്നാളുമായി വണ്ടൂർ ഇസ്ലാഹിയ കോളേജിൻ്റെ, സലഫിയ കോളേജിൻ്റെ ഇന്നും നാളെയുമായി നടക്കുന്ന അവിടെയുള്ള സമ്മേളനത്തിൻ്റെ അതിലേക്കുള്ള ചെലവിൻ്റെ ഭാഗമായി കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കയ്യഴിഞ്ഞ് സഹായിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, സകാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ ഏതാനും ചില നിബന്ധനകൾ. ആർക്കൊക്കെയാണ് സകാത്ത് വരിക? എല്ലാവരും നമ്മുടെ കയ്യിലുള്ള മുഴുവൻ പൈസക്കും സകാത്ത് കൊടുക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ അതിന് ചില നിസ്വാബ് പരിധി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായി, സകാത്തിന്റെ മുതൽ നമ്മുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ളതായിരിക്കണം. അത് നമ്മുടെ അവകാശത്തിൽപ്പെട്ട മുതലിനാണ് നമ്മൾ സകാത്ത് നൽകേണ്ടത്. അതാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി, ഒരു നിശ്ചിത പരിധി അഥവാ നിസ്വാബ് എത്തിയാൽ മാത്രമാണ് സകാത്ത് നൽകേണ്ടത്. അതേപോലെ തന്നെ
നിസാബ് എത്തിയ മുതൽ ആണെങ്കിലും അതിന് ഒരു വർഷം തികയണം എന്നുള്ളതും അതിൻ്റെ നിബന്ധനയാണ്. എന്നാൽ അതോടൊപ്പം കാർഷിക ഉൽപ്പന്നങ്ങളാണെങ്കിൽ വിളവെടുപ്പിന്റെ സമയമാണ് നൽകേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ബേസിക്കലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒന്ന്, നമ്മുടെ ഉടമസ്ഥതയിലുള്ള മുതലായിരിക്കണം. രണ്ട്, അതിൻ്റെ നിസാബ് എത്തണം. അതുപോലെ തന്നെ വർഷം തികയണം എന്നുള്ള ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ കാർഷിക ഇനങ്ങൾക്ക് അത് അതിൻ്റെ വിളവെടുപ്പ് എപ്പോഴാണോ അപ്പോഴാണ് നൽകേണ്ടത്. നമ്മുടെ കൈകളിലുള്ള പ്രധാന സമ്പത്തുകൾ എന്തൊക്കെയാണ്? ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ നമ്മുടെ ശമ്പളം എന്ന് വെച്ചാൽ നാണയം. ആ ഇനത്തിൽ നമ്മുടെ വരവ്, അത് അതിൻ്റെ സക്കാത്ത് നൽകാനുള്ള നമുക്ക് നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ ചെലവ് കഴിച്ച്, നമ്മുടെ ഒരു കുടുംബത്തിന് എത്ര മെമ്പർ ഉണ്ടെങ്കിലും ആ കുടുംബത്തിൻ്റെ മാന്യമായ ചെലവ് കഴിച്ച് മിച്ചമുള്ളത് കുടുംബത്തിന്റെ ബഡ്ജറ്റിന് ശേഷം നമുക്ക് ഡെപ്പോസിറ്റായി നമ്മൾ വെക്കുന്നത് ഒരു വർഷം നമ്മുടെ അക്കൗണ്ടിലുണ്ടെങ്കിൽ, നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ, നിക്ഷേപമായി ഉണ്ടെങ്കിൽ അതിൻ്റെ 2.5% നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്. അല്ലാതെ കിട്ടണ നമ്മളെ ഒരു 30,000 റുപ്യ ശമ്പളമുള്ള ഒരുത്തന് സക്കാത്ത് വരുമെന്ന് ആരും വിചാരിക്കേണ്ട. അതൊന്നുമല്ല. കാരണം ഒരു ജീവിത ചെലവിന്, അവന്റെ ജീവിത ചെലവ് കഴിച്ച് എന്ന് വിചാരിച്ചാൽ പിന്നെ ലാവിഷായ ജീവിതമല്ല ഉദ്ദേശിക്കുന്നത്. ഒരു മിതമായി ഒരു കുടുംബത്തിന് കഴിയാനുള്ള അത് കഴിച്ച് അവന് ബാലൻസ് ചെയ്യാൻ കഴിയുന്നത് പിന്നെ അവൻ ഒരു വർഷത്തേക്ക് മാറ്റിവെക്കുമ്പോൾ അതിൻ്റെ 2.5% സക്കാത്ത് നൽകേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് സ്വർണവും വെള്ളിയും ഒക്കെ ഈ നിലയിലാണ്. അതായത് അതിൻ്റെ 2.5% നമ്മൾ സക്കാത്ത് നൽകേണ്ടത്. സ്വർണത്തിന്റെ നിസാബായിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നത് 20 ദീനാറാണ് സ്വർണത്തിന്റെ നിസാബ് എന്ന് വെച്ചാൽ സക്കാത്ത് നൽകാനുള്ള പരിധി. 20 ദീനാർ സ്വർണം ഒരാളുടെ കൈകളിൽ ഉണ്ടെങ്കിൽ അയാൾ അതിന്റെ 2.5% നൽകണം. ഒരു ദീനാർ എന്ന് പറയുന്നത് 4.25 ഗ്രാമാണ്. എന്ന് വെച്ചാൽ 20 × 4.25 85 ഗ്രാം. 85 ഗ്രാം സ്വർണം, അഥവാ നമ്മൾ ഇന്ന് ആധുനിക പണ്ഡിതന്മാർ അതിന് വിശേഷിപ്പിച്ചിട്ട് 10 പവൻ സ്വർണം ഒരാളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അയാൾ അതിന് സക്കാത്ത് നൽകണം. എന്നാൽ 10 പവന്റെ താഴെയാണെങ്കിൽ അതിന് സക്കാത്ത് ഒരിക്കലും വരില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെള്ളിയുടെ നിസാബായിക്കൊണ്ട് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത് ദിർഹമാണ്. 200 ദിർഹം വെള്ളി ഒരാളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിന് സക്കാത്ത് വരും. ഒരു ദിർഹം എന്ന് പറയുന്നത് 2.95 ഗ്രാമാണ്. എന്ന് വെച്ചാൽ 590 ഗ്രാം വെള്ളി ഒരു മനുഷ്യന്റെ കൈകളിൽ ഉണ്ടെങ്കിൽ അതിന് സക്കാത്ത് നൽകണം എന്നാണ്. സ്വർണത്തിൻ്റെതൊഴിച്ച് നാണയവും മറ്റുമൊക്കെ നിസാബായിക്കൊണ്ട് പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ചിട്ടുള്ളത് വെള്ളിയെ ആസ്പദമാക്കിക്കൊണ്ട് തന്നെയാണ്. അപ്പോ 590 ഗ്രാം വെള്ളിക്ക് സമാനമായ നിക്ഷേപമാണ് പൈസക്ക് നമ്മുടെ കയ്യിലുള്ളത് എങ്കിൽ, നമ്മുടെ ഡെപ്പോസിറ്റ് ആയിട്ടുള്ളതെങ്കിൽ അതിന്റെ 2.5% നൽകേണ്ടത്. ഇന്നലത്തെ റേറ്റ് വെള്ളിക്ക് 1,77,000 രൂപയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇന്ന് ഒരുപക്ഷെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം. കാരണം സ്വർണവും വെള്ളിയും ഒക്കെ അടിച്ചു കയറിക്കൊണ്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ കച്ചവടത്തിനാണെങ്കിലും ശരി, ഒരു വർഷം തികഞ്ഞാൽ അതിൻ്റെ ലാഭവും അതുപോലെ തന്നെ മുതലും ഒക്കെ കൂട്ടി കണക്കാക്കിക്കൊണ്ട് കൃത്യമായി അതിൻ്റെ നിസാബ് നോക്കി അത് വെള്ളിയെ ആസ്പദമാക്കിക്കൊണ്ടാണ് അയാൾ സക്കാത്ത് നൽകേണ്ടത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നത്. വിശാലമായി പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഓരോരുത്തരും തങ്ങളുടെ സ്വത്തിന്റെ വിഹിതത്തിനനുസരിച്ച് അത് നോക്കുകയും കണക്ക് നോക്കിക്കൊണ്ട് പല ആളുകളും പിന്നെ അവഗണിച്ചു പോകുന്ന ഒരു മേഖലയാണ് കൃഷി എന്നുള്ളത് നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കണം. അത് അങ്ങനെ ഒരു അത്ര പിന്നെ പ്രാധാന്യം കൊടുക്കാറില്ല. പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കണം, കാർഷിക വിളകളുടെ നിസാബായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത് 5 വസ്താണ്. ഒരു വസ്തു എന്ന് പറയുന്നത് 120 കിലോ. അങ്ങനെയുള്ള 5 വസ്തു എന്ന് വെച്ചാൽ 6 കിൻഡലിന്റെ സമാനമായ 6 കിൻഡൽ നമ്മുടെ പ്രധാന ഭക്ഷണമായ അരി അല്ലെങ്കിൽ നെല്ല് 6 കിൻഡൽ ഒരാളുടെ കൈവശമുണ്ടെങ്കിൽ അതിന്റെ പിന്നെ 5% ആണ് അയാൾ സക്കാത്ത് നൽകേണ്ടത് എന്നുള്ളതാണ്. പിന്നെ മറ്റുള്ള ഒരു സമ്പത്തായിട്ട് നമുക്കുള്ളത് പിന്നെ കാലിസമ്പത്താണ്. പശു, എരുമ പോലെയുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ 30 പോത്തോ അല്ലെങ്കിൽ പിന്നെ എരുമയോ കാളയോ ഒക്കെ ഒരാളുടെ കൈകളിലുണ്ടെങ്കിൽ അയാൾ അതിന് ഒരു വയസ്സുള്ള ഒരു പശുക്കുട്ടിയാണ് നൽകേണ്ടത്.
എന്നാൽ ആട് ആണ് മറ്റൊന്ന് ഉള്ളത് എന്നുള്ളത്. 40 ആട് ഒരു മനുഷ്യന്റെ കൈകളിൽ ഉണ്ടെങ്കിൽ അതിന് ഒരു ആടിനെ അയാൾ സക്കാത്ത് കൊടുക്കണം. അത് 120 വരെ ആവാമെന്നാണ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് അത് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന് നിധിയാണ്. അത് അപൂർവമായി ആർക്കെങ്കിലും തങ്ങളുടെ വളപ്പിൽ വെച്ച് നിധി കിട്ടിയാൽ അതിന്റെ 20%, കാരണം വെറുതെ കിട്ടിയ മുതലാണല്ലോ, അതിൽ ഒരു അധ്വാനവുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. ഇനി ഈ കാർഷിക വിഭവങ്ങൾ തന്നെ നമ്മൾ അതിന്റെ നിസാബ് കണക്കാക്കുമ്പോൾ അത് നമ്മൾ അധ്വാനിച്ച് കൃഷി നനച്ചുണ്ടാക്കുന്ന വളം ഇട്ട് കൊടുത്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണെങ്കിൽ അതിന് 5%, നേരെ മറിച്ച് മഴ പെയ്ത് അങ്ങനെ ഓട്ടോമാറ്റിക്കലായിട്ട് ഉണ്ടാകുന്ന അതിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ 10% ആണ് കൊടുക്കേണ്ടത്. ഇതൊക്കെ സ്വത്തുള്ള ആളുകൾ കൃത്യമായി അത് പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് അതിൻ്റെ വിഹിതം നൽകി നമ്മുടെ സ്വത്തിനെ ശുദ്ധീകരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. വളരെ ചുരുക്കി മാത്രമാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതിന്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ റമളാനിന് മുൻപായി നമ്മുടെ സാമ്പത്തിക മേഖല കൂടെ നമ്മൾ ശുദ്ധിയാക്കണം, നമ്മുടെ വീടും മനസ്സും ഒക്കെ ശുദ്ധീകരിക്കുന്നതോടൊപ്പം എന്നുള്ളത് കൂടെ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ സക്കാത്ത് സെല്ലിന്റെ വിഹിതത്തിലേക്ക് വരേണ്ടുന്ന വിഹിതങ്ങൾ പലപ്പോഴും വരാറില്ല എന്ന് കേൾക്കുമ്പോൾ വിഷമമുണ്ട്. സാമ്പത്തികമായി കൊടുക്കേണ്ട ഹക്കുകൾ നമ്മൾ കൊടുത്തു വീട്ടിയില്ലെങ്കിൽ അത് നമുക്കൊരു വലിയ പാരയായി, ബാധ്യതയായി പരലോകത്ത് നമ്മെ വേട്ടയാടും എന്നുള്ള ഭയം, തിരിച്ചറിവ് വിശ്വാസികൾക്കുണ്ടാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധിയുള്ള മനസ്സിന്റെയും എല്ലാ നിലയിലും അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫളൽ കൊണ്ട്, കാരുണ്യം കൊണ്ട് നമുക്ക് ഇവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ വക്താക്കളായി ജീവിച്ചുകൊണ്ട് അവൻ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുവാൻ അള്ളാഹു നമുക്ക് ഇവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا وأجر والدينا من النار. اللهم أجرنا وأجر والدينا من النار. اللهم أجرنا وأجر والدينا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.